നമുക്ക് നോക്കാം ഈ രാത്രിയിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത്. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാഴ്ചന് നൽകുക. നാളെ പുലർച്ചെയിൽ നിങ്ങളെ തേടിയെത്തുന്ന സന്തോഷ വാർത്ത എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നാളെ നിങ്ങളെ തേടിയെത്തുന്ന സന്തോഷ വാർത്ത എന്താണ്? നിങ്ങൾ ഏറെ കാലമായി കാത്തിരിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയെ നിങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഓക്കെ, നാളെ പുലർച്ചെയിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഭാഗ്യം എന്താണ്? പുതിയ തുടക്കത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സണ്ണിൻ്റെ എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചില പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരു സമയമാണ്. ചില തടസ്സങ്ങൾ മാറുകയാണ്. അന്ധകാരത്തിലായിരുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ വളരെ വേദനിച്ചിരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത വരുന്നതായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ആ സമയം മുതലായിരിക്കും ഇത് ആക്റ്റീവ് ആകുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്? 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷം നിങ്ങളെ തേടിയെത്താൻ പോകുന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം 110% നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുകയും അത് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ ശക്തമായിട്ടുള്ള അഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ കാര്യം സംഭവിച്ചതായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ നിങ്ങൾ ഫീൽ ചെയ്യുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. 9 ഓഫ് കപ്പാണ്. അപ്പം നിലവിൽ നിങ്ങൾ അത്രത്തോളം ഫീൽ അനുഭവിക്കുക എങ്കിൽ മാത്രമായിരിക്കും അത് റിയലായി മാറുന്നത്. സാമ്പത്തികമില്ലാതെ ആൾക്കാർ വന്ന് ഉപദ്രവിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യമായിരിക്കും. പക്ഷേ നിങ്ങൾ സന്തോഷിച്ചേ മതിയാകുകയുള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യവും നമുക്ക് കിട്ടില്ല. ആ പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ സന്തോഷിക്കുക എന്നുള്ളത്, നമ്മുടെ സന്തോഷത്തെ അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് കിട്ടുന്ന ഒന്നല്ല. അങ്ങനെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ട് ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കും ആ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷനിൽ വലിയൊരു മാറ്റം വരുന്നതിന് നിങ്ങളിൽ വരുത്തേണ്ട മാറ്റം എന്താണ് എന്ന് ചോദിച്ചതിൽ 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ 7 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചലഞ്ചിങ് സിറ്റുവേഷൻ ഒരുപാടുണ്ടാകും. സാമ്പത്തിക സിറ്റുവേഷനിൽ നമ്മുടെ സാമ്പത്തിക ഗ്രോത്തിൽ നമ്മൾ മുന്നേറുന്നതിൽ നമ്മുടെ കൂടെയുള്ളവരും ചുറ്റുമുള്ളവരും ഒക്കെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒക്കെ നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരൊക്കെ ഉണ്ടാകും. ഒരു ബന്ധവും ഇല്ലാത്തവരും വന്ന് നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ നമ്മളുടെ ആത്മവിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചഞ്ചലപ്പെട്ടു പോകരുത്. നിലപാടിൽ നമ്മൾ മാറ്റം വരുത്തരുത്. എനിക്ക് സാമ്പത്തിക ഗ്രോത്ത് വേണം എന്നുള്ള ആ ഉറച്ച തീരുമാനം, ഇതിനു വേണ്ടി ഞാൻ എന്തും ഫൈറ്റ്, ഞാൻ വിജയിക്കും, എന്നെ തകർത്ത ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് വിജയിക്കണം എന്നുള്ള ഒറ്റ വാശി മതി. ഇവിടെ കൂടുതലും നിങ്ങളുടെ സോളാർ പ്ലസ് ചക്രയെ നിങ്ങൾ ആക്റ്റീവ് ആക്കുവാൻ ശ്രമിക്കുക എന്ന് യൂണിവേഴ്സിലൂടെ പറയും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.